കുറെ വർഷങ്ങളായിട്ട് ഇന്ത്യൻ എക്സ്പോർട്ട് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വന്നിരുന്ന ചിത്രം എന്തായിരുന്നു? ഒരുപക്ഷെ തിരക്കുള്ള ഒരു കോൾ സെന്റർ അല്ലെങ്കിൽ വലിയൊരു സോഫ്റ്റ്വെയർ പാർക്ക് അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലെ? ഈ ഒരു സമയം ഇന്ത്യ ലോകത്തിന്റെ ഒരു ബാക്ക് ഓഫീസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരുന്നത്. അതിൽ നമ്മൾ നല്ല എക്സ്പേർട്ടുകളുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ചിത്രം പതുക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തുടനീളമുള്ള ഫാക്ടറികളിൽ വളരെ നിശബ്ദമായിട്ട് വലിയൊരു മാറ്റത്തിന്റെ ചുവടുവയ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്മാർട്ട് ഫോണുകളിൽ 5-ൽ 1 ഉണ്ടാക്കുന്നത് ഇന്ത്യയിലാണ്. ഒരു വലിയ സ്ട്രക്ചറൽ ഷിഫ്റ്റ് ആണ് ഇവിടെ സംഭവിക്കുന്നത്. അത് ഇന്ത്യയുടെ എക്സ്പോർട്ട് ചരിത്രം തന്നെ മൊത്തത്തിൽ മാറ്റി എഴുതുകയാണ്. നിങ്ങൾ ഇതുവരെ കേട്ട ഇന്ത്യയുടെ ഇമ്പോർട്ട് സ്റ്റോറീസ് പലതും നമ്മൾ മറക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഇതുവരെ കേട്ട എക്സ്പോർട്ട് ഐറ്റംസിന്റെ പേരുകളും മാറാൻ പോവുകയാണ്. ഒരു മാനുഫാക്ചറിംഗ് പവർ ഹൗസ് എന്ന നിലയിലുള്ള ഇന്ത്യയുടെ പുതിയ ചാപ്റ്റർ ഇവിടെ ആരംഭിക്കുകയാണ്. അപ്പൊ നമുക്ക് ആ ഒരു എക്സ്പോർട്ട് ഷിഫ്റ്റിന്റെ കാരണങ്ങളിലേക്കും അത് ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്ടുകളെ പറ്റിയും കൃത്യമായിട്ട് മനസ്സിലാക്കാം. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. ഒരുപാട് കാലം ഇന്ത്യയുടെ ഗ്രോത്ത് സ്റ്റോറി എഴുതിയിരുന്നത് കമ്പ്യൂട്ടർ കോഡുകൾ കൊണ്ടായിരുന്നു. എല്ലാ സംസാരവും സർവീസ് സെക്ടറിനെ കുറിച്ചായിരുന്നു. അത് ഇന്നും നമ്മുടെ GDP-യുടെ ഒരു വലിയ ഭാഗം തന്നെയാണ്. ഏകദേശം 64% എക്സ്പോർട്ട് ഈ ഒരു മേഖലയിൽ നിന്ന് വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് സത്യം. എന്നാൽ മാനുഫാക്ചറിംഗ് സെക്ടർ എപ്പോഴും വളരെ പിന്നിൽ ഇങ്ങനെ ഒതുങ്ങിക്കൂടുന്ന ഒരു സെക്ടർ ആയിരുന്നു. പക്ഷെ അൺറിയലൈസ്ഡ് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു ഫീൽഡ് ആയിട്ടും അത് ഒതുങ്ങിപ്പോയി എന്ന് തന്നെ വേണം നമുക്ക് കരുതാൻ. പക്ഷെ ആ ഒരു അവസ്ഥയ്ക്ക് പതിയെ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ശരിക്കും എന്തുണ്ടാക്കുന്നു, ലോകത്തിന് എന്ത് വിൽക്കുന്നു എന്ന കാര്യത്തിൽ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സ്ട്രക്ചറൽ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന ഒരു പീരീഡിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ഇത് വെറുതെ കുറച്ച് പുതിയ ഫാക്ടറികൾ വന്നു എന്നതുകൊണ്ട് മാത്രമല്ല, ഇതൊരു ഡീപ്പ് മാനുഫാക്ചറിംഗിലേക്കുള്ള ഒരു സ്ട്രാറ്റജിക് ഷിഫ്റ്റ് ആണ്. അതിനൊരു പ്രധാന കാരണം ഒരു കീ കാറ്റഗറിയിലുള്ള വലിയ കുതിപ്പാണ്. ആ ഒരു സെക്ടറാണ് ഇലക്ട്രോണിക്സ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ഫിനാൻഷ്യൽ ഇയർ 22-ൽ 7ാമത്തെ വലിയ എക്സ്പോർട്ട് കാറ്റഗറി ആയിരുന്ന ഇലക്ട്രോണിക്സ് ഫിനാൻഷ്യൽ ഇയർ 25 ആയപ്പോഴേക്കും 3ാമത്തെ വലിയതും ഏറ്റവും വേഗത്തിൽ വളരുന്നതുമായിട്ടുള്ള ഒരു കാറ്റഗറി ആയിട്ട് മാറി. ഈ ഒരു സെക്ടർ റോക്കറ്റ് വേഗത്തിലാണ് മുന്നോട്ട് കുതിക്കുന്നത്. ഇന്ത്യയുടെ 2ാമത്തെ വലിയ എക്സ്പോർട്ട് ഐറ്റമായി മാറാനുള്ള വഴിയിലാണ് ഈ ഒരു സെക്ടർ. അപ്പോൾ ഇതൊരു ടെമ്പററി സ്പൈക്ക് അല്ല, ഇത് ഇന്ത്യയുടെ എക്സ്പോർട്ട് ഗ്രോത്തിന്റെ പുതിയ എഞ്ചിനാണ് എന്ന് വേണം കരുതാൻ. അത് അതിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലാണ് എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ത്യ ലോകത്തിന്റെ വെറും ഒരു ബാക്ക് ഓഫീസ് ആണ് എന്ന ആശയം ഇപ്പോൾ പഴഞ്ചനായി മാറിയിരിക്കുകയാണ്. മെയ്ഡ് ഇൻ ഇന്ത്യ ഫോർ ദ വേൾഡ്, ഇതാണ് പുതിയ ചാപ്റ്റർ. തീർച്ചയായിട്ടും ഇതൊരു ടെമ്പററി ബൂം അല്ല, ഇതൊരു സ്ട്രക്ചറൽ ഷിഫ്റ്റ് ആണ്. ഈ ഒരു കണക്കുകൾ കേട്ടാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇന്ത്യയിലെ ടോട്ടൽ ഇലക്ട്രോണിക്സ് പ്രൊഡക്ഷൻ 6 ഇരട്ടിയായിട്ട് വർദ്ധിക്കുന്നതായിട്ടാണ് കാണാൻ കഴിഞ്ഞത്. 2014-15 ഏകദേശം 1.9 ലക്ഷം കോടി രൂപയായിരുന്നത് 2024-25 ആയപ്പോഴേക്കും ഏതാണ്ട് 11.3 ലക്ഷം കോടി രൂപയായിട്ട് ഉയർന്നു. അതേ 10 വർഷം കൊണ്ട് ഇലക്ട്രോണിക്സ് എക്സ്പോർട്ട് 8 ഇരട്ടിയായിട്ടാണ് വളർന്നത്. 8 ഇരട്ടി ഗ്രോത്ത് 2025-ൽ ഇന്ത്യയിൽ നിന്നുള്ള ടോട്ടൽ ഇലക്ട്രോണിക്സ് എക്സ്പോർട്സ് $47 ബില്യൺ എന്ന റെക്കോർഡിലേക്ക് എത്തുകയുണ്ടായി. അപ്പോൾ എന്താണ് ഈ വളർച്ചയ്ക്ക് പിന്നിൽ? അപ്പോൾ ഇതിന്റെ ഏറ്റവും വലിയ ക്രെഡിറ്റ് ഗവൺമെന്റിന്റെ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം അഥവാ PLI സ്കീമിന് അവകാശപ്പെട്ടതാണ്. 2020 ഏപ്രിൽ തുടങ്ങിയ PLI സ്കീമിന് ഒറ്റ ലക്ഷ്യമാണ് ഉണ്ടായിരുന്നത്: ഇന്ത്യയെ ഒരു ഗ്ലോബൽ മാനുഫാക്ചറിംഗ് ഹബ്ബായിട്ട് മാറ്റിയെടുക്കുക. അത് വർക്കൌട്ട് ആകുന്നതിന്റെ ലക്ഷണങ്ങളാണ് ഇവിടെ കാണുന്നത്. 2025 അവസാനമായപ്പോഴേക്കും ഈ സ്കീം വഴി 9 ലക്ഷം കോടി രൂപയുടെ പ്രൊഡക്ഷനും ഏകദേശം 13,500 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റും ഉണ്ടായി. ഇന്ത്യയിൽ കൂടുതൽ ഉണ്ടാക്കുകയും വിൽക്കുകയും ചെയ്യുന്ന കമ്പനികൾക്ക് റിവാർഡ് കൊടുക്കുന്നു. ഇവിടെ വെറുതെ സാധനങ്ങൾ അസംബിൾ ചെയ്യാൻ മാത്രമല്ല, ഇൻവെസ്റ്റ് ചെയ്യാനും എക്സ്പാൻഡ് ചെയ്യാനും എക്സ്പോർട്ട് ചെയ്യാനും ഒരു സ്ട്രോങ് റീസൺ അവർക്ക് മുന്നിലേക്ക് ഗവൺമെന്റ് തന്നെ വെച്ചു കൊടുക്കുകയാണ്. ഈ ഒരു വിജയത്തിന്റെ ഏറ്റവും വലിയ സിംബലും അതുപോലെ തന്നെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനും കഴിയുന്ന ഒരു ഏരിയ സ്മാർട്ട് ഫോൺ തന്നെയാണ്. 2025-ൽ സ്മാർട്ട് ഫോൺ എക്സ്പോർട്ട് മാത്രം $30 ബില്യൺ എന്നൊരു അവിശ്വസനീയമായിട്ടുള്ള സംഖ്യയിലെത്തി. ഇത് ആദ്യമായിട്ട് ഇന്ത്യയുടെ ഏറ്റവും വലിയ സിംഗിൾ എക്സ്പോർട്ട് പ്രോഡക്റ്റ് ആയിട്ട് മാറി. ട്രഡീഷണൽ ആയിട്ട് ടോപ്പിൽ നിന്നിരുന്ന ഓട്ടോമോട്ടീവ് ഡീസൽ ഫ്യൂവലിനെ പോലും ഇത് മറികടന്ന് മുന്നോട്ട് പോയി എന്നുള്ളതാണ്. മൊബൈൽ ഫോൺ നെറ്റ് ഇമ്പോർട്ട് ചെയ്തിരുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. എന്നാൽ ഇപ്പോൾ ലോകത്തിലെ 2ാമത്തെ മൊബൈൽ ഫോൺ മാനുഫാക്ചർ ആയിട്ട് ഇന്ത്യ മാറി. മൊബൈൽ മാനുഫാക്ചറിംഗ് യൂണിറ്റുകളുടെ എണ്ണം 2014-ൽ വെറും 2 എണ്ണമായിരുന്നത് ഇന്ന് ഏകദേശം 300-ൽ കൂടുതലായിട്ട് ഉയർന്നു കഴിഞ്ഞു. ഇന്ത്യയിൽ വിൽക്കുന്ന 99% കൂടുതൽ ഫോണുകളും മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്. ഇത് വെറും ഒരു ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമല്ല, തുടക്കം മുതലേ ഒരു വേൾഡ് ക്ലാസ് എക്സ്പോർട്ട് എഞ്ചിൻ ബിൽഡ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്.
അപ്പോൾ ഈ ഒരു മാനുഫാക്ചറിംഗ് വിപ്ലവം വെറുതെ സംഭവിക്കുന്നതല്ല. ഇതിന് പിന്നിലുള്ള രണ്ട് പവർഫുൾ ഫോഴ്സുകളാണ്. ഒന്നാമത്തേത് പുതിയ പുതിയ സെന്ററുകൾ ഉണ്ടാക്കുന്ന ഗ്ലോബൽ കമ്പനികൾ, അതുപോലെ രണ്ടാമത്തേത് ഈ ചലഞ്ച് ഏറ്റെടുക്കുന്ന നമ്മുടെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ്. അത് നമുക്ക് ഗ്ലോബലി ഉള്ള ഒരു ചിത്രം നോക്കാം. ആപ്പിളിനെ കുറിച്ച് തന്നെ പറഞ്ഞ് മുന്നോട്ട് പോകാം. വർഷങ്ങളോളം ലോകത്തെ സപ്ലൈ ചെയിനുകളിൽ ഭൂരിഭാഗം ചൈനയെ ഫോക്കസ് ചെയ്തായിരുന്നു. പക്ഷെ കൂടി വരുന്ന കോസ്റ്റ്, ട്രേഡ് പ്രശ്നങ്ങൾ, ജിയോ പൊളിറ്റിക്കൽ റിസ്കുകൾ എന്നിവ ഗ്ലോബൽ കമ്പനികളെ ആ ഒരു സ്ട്രാറ്റജി ഒന്നുകൂടി ആലോചിക്കാൻ പ്രേരിപ്പിച്ചു. ഇതാണ് ചൈന+1 എന്ന സ്ട്രാറ്റജിയിലേക്ക് നയിച്ചത്. റിസ്ക് കുറയ്ക്കാനും ഡൈവേഴ്സിഫൈ ചെയ്യാനുമുള്ള ഒരു ഗ്ലോബൽ ബിസിനസ് സ്ട്രാറ്റജിയാണിത്. ഇന്ത്യ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു +1 ഡെസ്റ്റിനേഷൻ ആയിട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. ആപ്പിൾ ഇതിന്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ്. കമ്പനി ഇന്ത്യയിലെ അവരുടെ ഓപ്പറേഷൻസ് വളരെ വേഗത്തിൽ കൂട്ടുകയുണ്ടായി. ഒരു ചെറിയ സെന്ററിൽ നിന്ന് അതിനെ അവരുടെ ഗ്ലോബൽ പ്രൊഡക്ഷന്റെ ഒരു പ്രധാന ഭാഗമാക്കി മാറ്റാനും കഴിഞ്ഞു. 2025 ഇന്ത്യയിൽ നിന്നുള്ള ഐഫോൺ എക്സ്പോർട്ട് ഏകദേശം ഇരട്ടിയായി. $23 ബില്യൺ എക്സ്പോർട്ടാണ് ഇന്ത്യയിൽ നിന്നുണ്ടായത്. 2025 സാമ്പത്തിക വർഷം മാർക്കറ്റിലെത്തിയ പുതിയ ഐഫോണിൽ 5/1 ഇന്ത്യയിലാണ് ഉണ്ടാക്കിയത് എന്നാണ് കണക്ക്. പക്ഷെ ടാർഗറ്റ് ഇതിലും വലുതാണ്. 2027 അവരുടെ ഐഫോണുകളിൽ ഏകദേശം 3/1 ഇന്ത്യയിൽ നിർമ്മിക്കാൻ ആപ്പിൾ ലക്ഷ്യമിടുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ ഉള്ളത്. ക്രിട്ടിക്കൽ കമ്പോണന്റ്സ് ലോക്കലായി നിർമ്മിക്കുന്ന ഒരുപാട് ബിസിനസ്സുകളുടെ ഒരു സപ്ലൈ ചെയിൻ ഇവിടെ ഉറപ്പിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മളെ രണ്ടാമത്തെ ഫോഴ്സിലേക്ക് എത്തിക്കുന്നത്. നമ്മുടെ സ്വന്തം ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിന്റെ ഉദയം ഇവിടെയാണ് ഉണ്ടാവുന്നത്. ഇന്ത്യയിലെ ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് സ്റ്റോറിയുടെ ഹൃദയത്തിൽ ഡിക്സൺ ടെക്നോളജീസ് പോലെയുള്ള കമ്പനികളുണ്ട്. 1993 തുടങ്ങിയ ഡിക്സൺ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് സർവീസ് പ്രൊവൈഡർ ആണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമുക്ക് പരിചയമുള്ള വലിയ ബ്രാൻഡുകൾക്ക് വേണ്ടി പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന കോൺട്രാക്ട് മാനുഫാക്ചേഴ്സ് ആണ് EMS കമ്പനികൾ. ബ്രാൻഡുകൾ ഡിസൈനിലും മാർക്കറ്റിംഗിലും ഫോക്കസ് ചെയ്യുമ്പോൾ ഡിക്സൺ പോലെയുള്ള കമ്പനികൾ എഞ്ചിനീയറിംഗ്, മാനുഫാക്ചറിംഗ്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് പോലെയുള്ള ഹെവി ലിഫ്റ്റിംഗ് ജോലികളാണ് ചെയ്യാറ്. PLI സ്കീമുകളുടെ ഒരു പ്രധാന ബെനിഫിഷ്യറിയാണ് ഡിക്സൺ. ഇന്ത്യയിലെ EMS മാർക്കറ്റിന്റെ 20-25% ഷെയറോടെ അവരൊരു ലീഡിംഗ് പൊസിഷനിൽ എത്തിയിട്ടുണ്ട്. കമ്പനിയുടെ ഗ്രോത്ത് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. ഒരുപാട് ഗ്ലോബൽ ഇന്ത്യൻ ബ്രാൻഡുകൾക്ക് വേണ്ടി സ്മാർട്ട് ഫോണുകളും, ടിവികളും, വാഷിംഗ് മെഷീനുകളും, LED ലൈറ്റുകളും വരെ ഡിക്സൺ ഉണ്ടാക്കി കൊടുക്കുന്നു. ഡിസ്പ്ലേകൾ, ക്യാമറ മൊഡ്യൂളുകൾ, മറ്റ് കീ പാർട്സ് എന്നിവ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നു. ബാക്ക്വേർഡ് ഇന്റഗ്രേഷനിൽ ഡിക്സൺ വലിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് വെറും അസംബ്ലിയിൽ നിന്ന് ഡീപ് മാനുഫാക്ചറിംഗിലേക്കുള്ള ഒരു ഗ്രാജുവൽ മൂവ്മെന്റ് കാണാൻ കഴിയുന്നത്. ഇത് കൂടുതൽ വാല്യൂ ആഡ് ചെയ്യാനും ഹൈ സ്കിൽഡ് ജോലികൾ ഉണ്ടാക്കാനും എളുപ്പത്തിൽ സാധിക്കുന്നു. ഒരു സെൽഫ് സസ്റ്റൈനിങ് ആയിട്ടുള്ള എക്കോ സിസ്റ്റം ജനറേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ എങ്ങനെയാണ് ഇത് എല്ലാവർക്കും ബെനിഫിറ്റഡ് ആകുന്നത്? സർവീസിൽ നിന്ന് മാനുഫാക്ചറിംഗിലേക്കുള്ള ഈ ഒരു സ്ട്രക്ചറൽ ഷിഫ്റ്റ് എക്കണോമിക് ഹെഡ്ലൈൻസ് മാത്രമല്ല, ഇന്ത്യക്ക് ഫ്യൂച്ചറിൽ ഇതൊരു വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. ഒന്നാമതായിട്ട് ഇതിന്റെ എക്കണോമിക് ഇമ്പാക്ട് വളരെ വലുതാണ്. ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗിലെ ഈ ഒരു കുതിപ്പ് ഏകദേശം 25 ലക്ഷം തൊഴിലവസരങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ഇന്ത്യയിലെ ചെറുപ്പക്കാർക്ക് വളരെ നിർണായകമാണ്. അതിന് ഹൈ സ്കിൽഡ് ആയിട്ടുള്ള ഒരു വർക്ക് ഫോഴ്സ് ആവശ്യമാണ്. ഇത് സ്കിൽ ഡെവലപ്മെന്റിന്റെയും എംപ്ലോയ്മെന്റിന്റെയും ഒരു പോസിറ്റീവ് സൈക്കിൾ ഉണ്ടാക്കും. $2 ട്രില്യൺ എക്കണോമി ആകാനുള്ള ഇന്ത്യയുടെ ലക്ഷ്യത്തിലേക്കുള്ള പ്രധാന ചവിട്ടുപടിയായിട്ട് ഇത് മാറുകയാണ്. ഈ റിവൈവൽ GDP-യിൽ ഒരു മാനുഫാക്ചറിംഗിന്റെ ഷെയർ ഇന്നത്തെ ഏകദേശം 13% നിന്ന് 2030 ആവുമ്പോഴേക്കും 20% മുകളിലേക്ക് എത്തിക്കാനാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത്. രണ്ടാമതായിട്ട് ഇതിന്റെ ജിയോ പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. China+1 സ്ട്രാറ്റജി ഗ്ലോബൽ സപ്ലൈ ചെയിനുകളെ റീഡിസൈൻ ചെയ്യുകയാണ്. ഇന്ത്യ വിശ്വസിക്കാവുന്നതും അതുപോലെ തന്നെ ഡെമോക്രാറ്റിക്കും സ്കെയിൽ ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ട് സ്വയം പൊസിഷൻ ചെയ്യുകയാണ്. കമ്പനികൾ ഒരൊറ്റ രാജ്യത്തെ ഓവറായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് നിർത്തി ഡൈവേഴ്സിഫൈ ചെയ്യുമ്പോൾ ഇന്ത്യക്ക് നല്ല രീതിയിലുള്ള ഒരു ഫോറിൻ ഇൻവെസ്റ്റ്മെന്റും ടെക്നോളജിയും ആകർഷിക്കാൻ പറ്റും. ഈ ഷിഫ്റ്റ് ഡോളറുകൾ കൊണ്ടുവരുന്നത് മാത്രമല്ല, ലോക മാർക്കറ്റിൽ ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് കൂട്ടുകയും ചെയ്യും. അവസാനമായിട്ട് ഒരുപക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് റെസിലിയൻസും സെൽഫ് സഫിഷ്യന്റുമായിട്ടുള്ള ഒരു എക്കണോമി ബിൽഡ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഇമ്പോർട്ട് ചെയ്ത പാർട്സ് വെറുതെ അസംബിൾ ചെയ്യുന്ന സ്ക്രൂ ഡ്രൈവർ ഷോപ്പുകൾ മാത്രമാണ് ഇന്ത്യയിൽ ഉള്ളതെന്ന് ഒരുപാട് കാലം വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അത് ഫണ്ടമെന്റൽ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കമ്പോണന്റ്സ്, റോ മെറ്റീരിയൽസ്, മെഷീനറി എന്നിവയ്ക്കായിട്ട് ഒരു സ്ട്രോങ് ഡൊമസ്റ്റിക് എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യുന്നതിലാണ് ഗവൺമെന്റ് ഫോക്കസ് ചെയ്യുന്നത്. ഇന്ത്യക്കുള്ളിൽ ആഡ് ചെയ്യുന്ന ആ ഒരു വാല്യൂ വളരെ വലുതായിട്ട് കൂടുകയും ചെയ്യുന്നുണ്ട്. അസംബ്ലറിൽ നിന്ന് റിയൽ മാനുഫാക്ചറിംഗ് സൂപ്പർ പവർ ആയിട്ട് മാറാനുള്ള അവസാനത്തെയും ഏറ്റവും ക്രിട്ടിക്കലുമായിട്ടുള്ള സ്റ്റെപ്പാണ്. അപ്പൊ തീർച്ചയായിട്ടും വെല്ലുവിളികളും മുന്നോട്ടുള്ള വഴികളും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ഒരു ഗ്ലോബൽ മാനുഫാക്ചറിംഗ് ഹബിലേക്കുള്ള വഴിയിൽ ചലഞ്ചസ് ഇല്ലാതിരിക്കില്ല. ഒരു വേൾഡ് ക്ലാസ് ഇലക്ട്രോണിക്സ് ഇക്കോസിസ്റ്റം ബിൽഡ് ചെയ്യാൻ വലിയ ക്യാപിറ്റൽ, പുതിയ ടെക്നോളജിയിലേക്കുള്ള ആക്സസ്, ഹൈ സ്കിൽഡ് വർക്ക് ഫോഴ്സിന്റെ ഡെവലപ്മെന്റ് ഇവയൊക്കെ ആവശ്യമാണ്. ഇതൊക്കെ വലിയ തടസ്സങ്ങൾ തന്നെയാണ്. ഇതിന് കണ്ടിന്യൂസ് ഫോക്കസും നല്ല പോളിസികളും ആവശ്യമാണ്. എങ്കിലും ഈ ഒരു മൊമെന്റം നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. $1 ട്രില്യൺ ഡിജിറ്റൽ എക്കണോമി എന്ന വലിയ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ട് $300 ബില്യൺ ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് പ്രൊഡക്ഷൻ എന്ന ബോൾഡ് വിഷനാണ് ഗവൺമെന്റ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കറക്റ്റ് ഇൻസെന്റീവ്സ് ഉണ്ടെങ്കിൽ ഇന്ത്യക്ക് ഇൻവെസ്റ്റ്മെന്റ് ആകർഷിക്കാനും നമ്മൾ മുമ്പൊരിക്കലും കാണാത്ത റേറ്റിൽ പ്രൊഡക്ഷൻ കൂട്ടാനും കഴിയുമെന്നാണ് PLI സ്കീമുകളുടെ വിജയം തെളിയിക്കുന്നത്. അപ്പൊ നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കിടക്കാം. ഇന്ത്യയുടെ എക്സ്പോർട്ട് സ്റ്റോറി ഇനി സോഫ്റ്റ്വെയറിനെയും സർവീസസുകളെയും കുറിച്ച് മാത്രമല്ല, ഫാക്ടറികളുടെ ചൂടിലും പുതിയ സ്മാർട്ട് ഫോണുകളുടെ സ്മൂത്ത് സർഫസിലും പുതിയ ശക്തമായിട്ടുള്ള ഒരു സ്റ്റോറി രൂപപ്പെടുകയാണ്. ഇത് ലക്ഷക്കണക്കിന് ജോലികൾ
ഉണ്ടാക്കുകയും നമ്മുടെ ഗ്ലോബൽ കോമ്പറ്റേറ്റീവ്നെസ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇന്ത്യയുടെ എക്കണോമിക് ഐഡന്റിറ്റി തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി എഴുതാൻ കഴിയുന്ന മാനുഫാക്ചറിംഗിലേക്കുള്ള ഒരു സ്ട്രാറ്റജിക് ഷിഫ്റ്റ് ആണ്. ആപ്പിളിന്റെ ഗ്ലോബൽ അംബീഷൻസ് മുതൽ ഡിക്സൺ ടെക്നോളജീസ് പോലെയുള്ള കമ്പനികളുടെ ഡൊമസ്റ്റിക് പവർ വരെ എല്ലാ സൂചനകളും ഒരേ ദിശയിലേക്കാണ്. ഇന്ത്യ ഇനി ലോകത്തിന്റെ വെറും ഒരു ബാക്ക് ഓഫീസ് അല്ല, അത് ലോകത്തിന്റെ അടുത്ത വലിയ ഫാക്ടറി ആയിട്ട് മാറാനുള്ള വഴിയിലാണ്. ഈ മാനുഫാക്ചറിംഗ് ബൂം സസ്റ്റെയിൻ ആകുമോ, അല്ലെങ്കിൽ ഇതൊരു ടെമ്പററി വേവ് ആണ്? ഈ ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എക്കണോമിക് സ്റ്റോറികളിൽ ഒന്നാണ്. പക്ഷേ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? ഈ മുന്നേറ്റം സസ്റ്റൈനബിൾ ആണോ? ഇന്ത്യയുടെ മാനുഫാക്ചറിംഗ് സ്വപ്നത്തിന് മുന്നിൽ എന്തൊക്കെ ചലഞ്ചുകളാണ് നിങ്ങൾ കാണുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് അറിയിക്കുക. കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.